السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. أوصيكم بتقوى الله. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن جابر بن عبد الله أن رسول الله صلى الله عليه وسلم قال: تبسمك في وجه أخيك صدقة. അൽബസീറ ഖുർആൻ പഠന വേദിയിലെ പ്രിയ പഠിതാക്കളെ, ഈ ആഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന, അതെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ട അതിമഹത്തായ രണ്ട് സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിൽ ആദ്യ വചനമാണ് ആമുഖത്തിൽ നമ്മൾ കേട്ടത്. ജാബിർ ബിൻ അബ്ദുള്ള പ്രമുഖ സഹാബി വര്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന തുർമുദി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഖ്യാതമായ ഒരു ഹദീസാണ് ആദ്യ വചനം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: തബസ്സുമുക ഫി വജിഹി അഖീക സദഖ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും ഒരു സ്വതക്കയാണ്, ഒരു ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടത്. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരു സത്യവിശ്വാസിയുടെ മുഖപ്രസന്നത അത് അവൻ്റെ സഹോദരനെ കാണുമ്പോൾ തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ് പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. അത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദാനധർമ്മത്തെ പോലെ, സദക്ക പോലെ പുണ്യമുള്ള കാര്യമാണ്. നിന്റെ സഹോദരനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ധാർമ്മിക പ്രവർത്തനമാണ്, പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്പം ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാൻ പറ്റുന്ന പുഞ്ചിരിക്കുന്ന മുഖം സ്വഭാവ സവിശേഷതയുടെ ലക്ഷണവും കൂടിയാണ്. ആ സ്വഭാവത്തിൻ്റെ ഉടമകളാകുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുണർത്തുകയാണ്. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത വളരെ വിഖ്യാതമായ ഒരു ഹദീസാണ്. രണ്ടാമത്തെ ഹദീസ് പ്രമുഖ സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ലൈസ ശദീദു ബിസ്സുർഅ. ഷദീദ് ശക്തൻ, മല്ലയുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല. ലൈസ ഷദീദു ബിസ്സുർഅ, ശക്തനായ ഒരു മനുഷ്യൻ അവൻ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ. മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്,
ഒരു ശക്തനായ മനുഷ്യൻ്റെ സ്വഭാവം, അവൻ കോപം വരുമ്പോൾ തന്നെ സ്വയം നിയന്ത്രിക്കുന്നവനാണ്. അതിന് കഴിയുന്നവനാണ് ശക്തൻ. കോപം വരുമ്പോൾ എടുത്തിയാടി അവിവേകം പ്രവർത്തിക്കുന്നവനല്ല. കോപം അടക്കി ഒതുക്കി വയ്ക്കുവാനും കോപത്തെ നിയന്ത്രിക്കുവാനും ശാന്തനാകുവാനും ഒക്കെ കഴിയുന്നവനാണ് ശക്തൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വളരെ പരിശ്രമം ആവശ്യമുള്ള, ആർജിച്ചെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. മനുഷ്യർ പൊതുവെ കോപമുണ്ടാകുമ്പോഴാണ് അവിവേകങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത്. കോപമുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വഭാവം ആർജിച്ചാൽ തന്നെ എന്തുമാത്രം അവിവേകങ്ങൾ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമെന്ന് വിശാലാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിമഹത്തായ ഒരു ഹദീസാണിത്. എടുത്തിയാടി അവിവേകം പ്രവർത്തിച്ച്, അതല്ലെങ്കിൽ മല്ലയുദ്ധത്തിൽ മറ്റൊരുത്തനെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ. കോപമുണ്ടാകുമ്പോൾ അത് അടക്കി വയ്ക്കുവാനും അതിൽ കോപിഷ്ഠനാകാതെ പക്വതയോടെ വിവേകത്തോടു കൂടി പെരുമാറുവാനും ഒക്കെ കഴിയുന്നവനാണ് ശക്തനായ മനുഷ്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ രണ്ട് ഹദീസുകളാണ് ഇന്നത്തെ ഹദീസ് ക്ലാസ്സിലുള്ളത്. QHLSൻ്റെ പഠിതാക്കൾക്ക് ഈ വർഷത്തിൻ്റെ സിലബസിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ള സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൈപ്പുസ്തകത്തിൽ ഈ രണ്ട് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സിലബസിൻ്റെ ഭാഗമായി തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ഈ ആഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ ഈ രണ്ട് ഹദീസ് അത് മനഃപ്പാഠമാക്കുവാനും അതിലെ ശീലങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.